ഗോവ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിൻഷ. ഗോവ പ്രധാന വാർത്തകൾ. സുവാരി ഭൂമി തർക്കം പോർട്ട് ട്രസ്റ്റിനെ തള്ളി ഗോവ സർക്കാർ. സർക്കാർ വ്യവസായ മേഖലയ്ക്ക് അവഗണന. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ധങ്കർഗോലെ ST പട്ടിക പ്രവേശനം. ND അഗർവാൾ ഉപദേശകൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് 30 ഗ്രാമങ്ങൾ മാത്രമെന്ന് മുഖ്യമന്ത്രി. ഓൺലൈൻ ഷോപ്പിംഗിന് പകരം വിപണിയിലെത്തി നേരിട്ട് സാധനങ്ങൾ വാങ്ങണമെന്ന് MMA. സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ മത്സ്യവിൽപ്പന അനുവദിക്കില്ലെന്ന് നോർത്ത് ഗോവ കളക്ടർ. വാർത്തകൾ വിശദമായി. സുവാരിയിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി മർമഗോവ പോർട്ട് ട്രസ്റ്റിന്റേതാണെന്ന അവകാശവാദം തള്ളി ഗോവ സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് ഗോവ സർക്കാർ വ്യക്തമാക്കി. ഗോവ ലാൻഡ് റവന്യൂ കോഡ് അനുസരിച്ച് ഭൂമി തുറമുഖ പരിധിയിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കൈവശമാണെന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചു. ഭൂമിക്ക് സർവേ നമ്പർ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിന് തെളിവാണ്. എന്നാൽ സർക്കാർ നിലപാടുകൾ വെറും സാങ്കേതികത്വം മാത്രമാണെന്ന് മർമഗോവ പോർട്ട് ട്രസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ. പിടിച്ചെടുത്ത ഭൂമിക്ക് സർവേ നമ്പർ നൽകുക മാത്രമാണ് ഗോവ സർക്കാർ ചെയ്തത്. ഭൂമി പോർട്ട് ട്രസ്റ്റിന്റെ സ്വന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മൂലം തകർച്ചയിലായ വ്യവസായ മേഖലയെ കരകയറ്റാൻ സർക്കാർ യാതൊരുവിധ പിന്തുണയും നൽകുന്നില്ലെന്ന് ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സംസ്ഥാനത്ത് പുതിയ നിക്ഷേപം ആകർഷിക്കുന്നതിന് പകരം നിലവിലുള്ള വ്യവസായങ്ങളുടെ നട്ടൽ ഒടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് മനോജ് കാക്കുലോ പ്രസ്താവനയിൽ പറഞ്ഞു. വ്യവസായ മേഖലയാകെ ചുവപ്പ് നാടയുടെ കുരുക്കിലാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ ചെലവുകൾ ദിനംപ്രതി വർദ്ധിക്കുന്നു. നിലനിൽപ്പിനു തന്നെ ബുദ്ധിമുട്ടായി കഴിഞ്ഞു. കോവിഡ് വ്യാപനം സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും ദുരിതങ്ങൾക്കും വഴിതെളിച്ചു. നിർണായകമായ ഈ കാലഘട്ടത്തിൽ വ്യവസായ ലോകത്തിന് ആശ്വാസവും സഹായവും നൽകേണ്ടതിന് പകരം അമിത സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മനോജ് കാകുലോ പറഞ്ഞു. ധങ്കർഗോലെ വിഭാഗങ്ങളെ ST പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ND അഗർവാളിനെ ഉപദേശകനായി സർക്കാർ നിയമിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 342 പ്രകാരമാണ് ഈ വിഭാഗങ്ങൾക്ക് ST പട്ടികയിൽ ഇടം നൽകുന്നത്. ധങ്കർഗോലെ വിഭാഗങ്ങളെ ST പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ND അഗർവാളിനെ ഉപദേശകനായി സർക്കാർ നിയമിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 342 പ്രകാരമാണ് ഈ വിഭാഗങ്ങൾക്ക് ST പട്ടികയിൽ ഇടം. ഓൺലൈൻ വഴി ഷോപ്പിംഗ് നടത്തുന്നതിന് പകരം പ്രാദേശിക വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വിപണിയിലെത്തണമെന്ന് മപ്സ മർച്ചന്റ്സ് അസോസിയേഷൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വ്യാപാരികൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് ഗോവയിലുടനീളമുള്ള എല്ലാ വ്യാപാര അസോസിയേഷനുകളിലും ഐക്യം വേണമെന്നും MMA ആവശ്യപ്പെട്ടു. മപ്സ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആശിഷ് ശിരോദ്കർ, ഭാരവാഹികളായ നരേഷ് തീബ്രേക്കർ, അസിസ് കാബ്രസോ, അമർ കാബ്ലേക്കർ, നാഗേഷ് മയേക്കർ, ശ്രീപാദ് സാവന്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോവിഡ് പകർച്ചവ്യാധി മൂലം തകർന്ന ബിസിനസിനെ കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതിക സെൻസിറ്റീവ് പ്രദേശങ്ങളെ കുറിച്ചുള്ള അന്തിമ വിജ്ഞാപനത്തിൽ നേരത്തെ നിർദ്ദേശിച്ച 99 ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 30 ഗ്രാമങ്ങൾ മാത്രം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കേന്ദ്രത്തിന് കത്തെഴുതി. പശ്ചിമഘട്ടത്തിലെ ESA വിജ്ഞാപനം 99 ഗ്രാമങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ മിക്ക ഗ്രാമങ്ങളും റിപ്പോർട്ടിന് കീഴിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കടുത്ത പഠനത്തിൽ കണ്ടെത്തിയതായും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. 30 ഗ്രാമങ്ങൾ മാത്രമാണ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയത്. അവയുടെ പരമാവധി ഉയരം ശരാശരി സമുദ്രനിരപ്പിന് 600 മീറ്റർ ഉയരത്തിലായിരിക്കണമെന്നും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും പശ്ചിമഘട്ടവുമായി അവ അടുത്തുള്ളതാകണമെന്നും സാവന്ത് പറഞ്ഞു. ബിനീഷ് കോടിയേരിക്ക് എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ ഹാജരാകാൻ നോട്ടീസ്. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യലിൽ ഹാജരാകുവാൻ ബിനീഷ് കോടിയേരിക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് UAE കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് സെന്ററുകളിൽ നിന്ന് കമ്മീഷൻ ലഭിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരുന്നു. കമ്മീഷൻ നൽകിയ കമ്പനികളിൽ ഒന്നിൽ ബിനീഷിന് മുതൽ മുടക്ക് ഉണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. കേസിൽ മറ്റൊരു പ്രതിയായ KT റമീസ് ബംഗളൂരുവിലുള്ള ബിനീഷിന്റെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും എൻഫോഴ്സ്മെന്റ് സംശയിക്കുന്നു. ഈ മാസം അവസാനം സ്കൂളുകൾ തുറക്കും. സെപ്റ്റംബർ 21 മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് നിർദ്ദേശിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തുള്ള സ്കൂളുകൾ തുറക്കാമെന്നാണ് നിർദ്ദേശം. ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്കൂളുകൾ തുറക്കുക. ഫേസ് മാസ്ക്, സാമൂഹിക അകലം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുട്ടികൾ തമ്മിൽ കുറഞ്ഞത് 6 അടി അകലം ഉണ്ടായിരിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഒപ്പം ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കും. ട്വിറ്ററിലൂടെയാണ് മന്ത്രാലയം സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് അറിയിച്ചത്.
സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സെപ്റ്റംബർ 13ഓടെ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാ തീരത്തിന് സമീപം ഈ മാസത്തെ രണ്ടാമത്തെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ മഴ കനക്കും. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, വ്യാഴാഴ്ച 7 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ബാലഭാസ്കറിന്റെ മരണത്തിൽ നുണ പരിശോധനയ്ക്ക് CBI ഇന്ന് അപേക്ഷ നൽകും. വിഷ്ണു സോമസുന്ദരം, പ്രകാശ് തമ്പി, അർജുൻ, സോബി എന്നിവരെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനാണ് CBI അപേക്ഷ നൽകുക. ബാലഭാസ്കർ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരു സംഘം ആളുകൾ കാറ് തല്ലിപ്പൊളിക്കുന്നത് കണ്ടിരുന്നുവെന്ന് കലാഭവൻ സോബി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ബാലഭാസ്കറിന്റെ ബന്ധുക്കൾ കൂടുതൽ ദുരൂഹത ഉന്നയിച്ചത് പ്രകാശ് തമ്പിക്കെതിരെയായിരുന്നു. ബാലഭാസ്കറും പ്രകാശ് തമ്പിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കം ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണിയും ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വേണുഗോപാലും ആരോപണം ഉന്നയിച്ചു. ഇക്കാര്യങ്ങളും CBI അന്വേഷണ സംഘം പരിശോധിക്കും. കൊല്ലം കൊട്ടിയത്തെ റാംസിയുടെ മരണത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. കൊട്ടിയം, കണ്ണനല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ CIമാരുടെ നേതൃത്വത്തിലാണുള്ളതാണ് സംഘം. സൈബർ സെൽ അംഗങ്ങളും 2 വനിതാ പോലീസുകാരും ഉൾപ്പെടെ 9 പേരാണ് സംഘത്തിലുള്ളത്. ചാത്തന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. കുടുംബാംഗങ്ങളുടെ പങ്കുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കും. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നായിരുന്നു വീട്ടുകാരുടെ ആവശ്യം. മറ്റ് പ്രധാന വാർത്തകൾ. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ബ്രിഗേഡിയർ തല ചർച്ചകൾ തുടരുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ ക്ലബിൽ അഭിമാന നേട്ടം. UAEയുടെ വിസ് എയർ അബുദാബി ഉടൻ പറന്നുയരും. ഡൽഹിയിലും ബീഹാറിലും ഹരിയാനയിലും സ്കൂളുകൾ തുറക്കും. വാഷിംഗ്ടണിലെ മാൽഡൺ പട്ടണത്തിൽ കാട്ടുതീ പടരുന്നു. 80% വീടുകൾക്ക് നാശം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ചൈന അതിർത്തിയിൽ അയവില്ലാതെ സംഘർഷാവസ്ഥ. ബ്രിഗേഡിയർ തല ചർച്ചകൾ ഇന്നും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ നടക്കുന്ന സംഘർഷാവസ്ഥ നാളെ നടക്കാനിരിക്കുന്ന ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ സങ്കീർണമാക്കും. അരുണാചലിൽ നിന്ന് കാണാതായ യുവാക്കളെ ചൈനയിൽ നിന്ന് രാജ്യത്ത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി. ലഡാക്കിലെ റസാൻലായിൽ ഇന്ത്യ ചൈന സൈനികർ മുഖാമുഖം നിൽക്കുന്നത് തുടരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സംഘർഷം ഒഴിവാക്കാൻ സേനകൾ തമ്മിൽ ആശയവിനിമയം തുടരുകയാണ്. ഇതിനിടെ ചൈനീസ് സൈനികർ വടിയും വാളും മറ്റ് ആയുധങ്ങളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങൾ സെപ്റ്റംബർ 21 മുതൽ സ്കൂളുകൾ തുറക്കാൻ നടപടി ആരംഭിച്ചു. ഈ മാസം ആദ്യം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ സ്കൂളുകളും കോളേജുകളും സെപ്റ്റംബർ അവസാനം വരെ അടഞ്ഞുകിടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം 50% അധ്യാപകർക്ക് സ്കൂളുകളിൽ ഹാജരാകാനും അനുമതി നൽകിയിട്ടുണ്ട്. 9 മുതൽ 12 ക്ലാസുകളിലെ വരെയുള്ള കുട്ടികൾക്ക് അധ്യാപകരോട് സംശയ നിവാരണത്തിന് സ്കൂളുകളിൽ എത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഡൽഹി, ആന്ധ്രാപ്രദേശ്, ഹരിയാന, ബീഹാർ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും 21-ന് ഭാഗികമായി സ്കൂളുകൾ തുറക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ജനുവരിയിൽ മാത്രമേ സ്കൂൾ തുറക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ ഇന്ത്യ വിക്ഷേപിച്ചു. ഒഡീഷയിലെ ബാലാസോറിലുള്ള APJ അബ്ദുൽ കലാം ടെസ്റ്റിംഗ് റേഞ്ചിൽ നിന്നാണ് HSTCV വിക്ഷേപിച്ചത്. US-നും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ. ഈ സാങ്കേതികവിദ്യ പ്രകാരം ശബ്ദത്തേക്കാൾ 6 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ വികസിപ്പിക്കാൻ കഴിയും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് HSTDV നിർമ്മിച്ചത്. ഇന്ന് രാവിലെ 11:03-ന് അഗ്നി മിസൈൽ ബൂസ്റ്റർ ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് DRDO എന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. UAEയുടെ പുതിയ ബജറ്റ് വിമാന കമ്പനിയായ ബിസ് എയർ അബുദാബി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കമ്പനിയുടെ ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു.
കോവിഡ് പ്രതിസന്ധി തീരുന്നതോടെ വ്യോമയാന മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. അലക്സാണ്ട്രിയ, ഏതൻസ്, ജോർജിയയിലെ കുഡൈസി, സൈപ്രസിലെ ലാർനാക്ക, യുക്രൈനിലെ ഒഡേസ, അർമേനിയയിലെ എരേവൻ എന്നിവിടങ്ങളിലേക്കാകും ആദ്യഘട്ട സർവീസുകൾ. യുഎഇയിലെ വമ്പൻ ഹോൾഡിംഗ് കമ്പനിയായ എഡിക്യു, വിസെയർ ഹോൾഡിംഗ്സ് എന്നിവ ചേർന്നാണ് വിമാന കമ്പനി തുടങ്ങിയത്. അമേരിക്കയിൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാട്ടുതീ പടരുന്നു. ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണമാണ് കാട്ടുതീ അനിയന്ത്രിതമായ വിധം പടരുന്നത്. വാഷിംഗ്ടൺ പട്ടണമായ മാൽഡനിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കിയ തീ ഒറിഗൺ, കാലിഫോർണിയ എന്നിവിടങ്ങളിലേക്ക് ഭീഷണിയായി വരികയാണ്. സിയാറ്റലിന് 480 കിലോമീറ്റർ കിഴക്കായുള്ള ചെറിയ പട്ടണമായ മാൽഡനിൽ കാണാതായവർക്കായി അഗ്നിശമന സേനാംഗങ്ങൾ, ദ്രുതകർമ്മസേന എന്നിവർ തിരച്ചിൽ നടത്തി. ഇവിടെ 80% വീടുകളും ഫയർ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, സിറ്റി ഹാൾ, ലൈബ്രറി എന്നിവയും കത്തി നശിച്ചു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.